ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബ്രസയാണ്. ഇത് ബ്രസയുടെ ഏറ്റവും ബേസ് ആണ്. ബേസ് കൊണ്ടുവരാൻ കാര്യം, ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 6 ലക്ഷം 7 ലക്ഷം എന്നതാണ് നോർമലി ഒരാളുടെ ബഡ്ജറ്റ്. കുറച്ചുകൂടി എമൗണ്ട് മാറ്റാൻ പറ്റുന്ന ഒരാളുടെ മിനിമം ബഡ്ജറ്റ് ഒരു 10 ലക്ഷം രൂപ എന്നതൊരു മിനിമം ബഡ്ജറ്റ് പല ആളുകൾക്കും വരുന്നുണ്ട്. കാര്യം ബെലേനോ ആണെങ്കിലും ഫ്രോൺസ് ആണെങ്കിലും ഇതിനൊക്കെ ഒരു സെക്കൻഡോ തേർഡോ ഒക്കെ വേരിയന്റ് എടുക്കണമെങ്കിൽ ഈ ഒരു 10 ലക്ഷം രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയം ഇതൊരു LXI വേരിയന്റ് ആണ്. 10 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ് ഇതിൻ്റെ ഓൺ റോഡ് വില നമുക്ക് വരുന്നത്. ഒരു 9,89,000 റേഞ്ചിൽ ഓൺ റോഡ് വില വരുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 10,25,000 രൂപ റേഞ്ചിൽ ഇതിന് ഈ മാസം നമുക്ക് ഓഫറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 960 സംതിങ് റേഞ്ചിൽ നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്തൊരു ഡൗൺ പേയ്മെൻ്റ് ആണ് ഈ മാസം ഈ ഒരു വണ്ടിക്ക് നമുക്ക് വേണ്ടത്. ഒരു 90,000-നും 1 ലക്ഷത്തിനും ഇടയിലൊരു ഡൗൺ പേയ്മെൻറ്റ് മതിയാകും. 7 വർഷം വരെ നമ്മളൊരു EMI കാര്യങ്ങൾ നമ്മൾ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 14-15 ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു ആവറേജ് EMI കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. EMIക്ക് ഏകദേശമാണ് ഒരു 8 ലക്ഷമാണ് ലോൺ ഇടുന്നതെന്നുണ്ടെങ്കിൽ 8 × 1,700 കേട്ടോ. ആ റേഞ്ചിൽ ഗുണിച്ച് നോക്കിയാൽ മതി. കറക്റ്റ് ഒരു EMI നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 1,700-നുള്ളിലായിരിക്കും. ഒരു പെർ ലാക്ക് EMI കിട്ടില്ല. ഒരു 1,660, 1,700, 1,670 ആ റേഞ്ചിലൊക്കെ വരും. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു തുടക്കത്തിൽ പറയാൻ ഒരു 989 റേഞ്ചിൽ ഓൺ റോഡ് വില വരുന്നൊരു വാഹനമാണ്. ആ രീതിയിൽ വേണം ഈ ഒരു വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട്. ഒരു ബേസ് മോഡലാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മ വെച്ചേക്കാം. ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് അക്സസറീസ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രോം എലമെൻറ്റ് വരുന്നത് എക്സ്ട്രാ അക്സസറീസ് ആണ്, ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു എലമെൻ്റ് അല്ല. അത് നല്ലൊരു ഗ്ലോസി ഫിനിഷും ഈ ഒരു ക്രോം എലമെൻറ്റ് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ് ഈ ഒരു ക്രോം എലമെൻറ്റ്. പിന്നെ ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രൊജക്ട് ടൈപ്പാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ് കമ്പനി നൽകിയിട്ടുള്ളത്. അത് LED കാര്യങ്ങളൊന്നുമല്ല, ഹാലജൻ ടൈപ്പാണ് ഇതിൽ ഹെഡ്ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ടേൺ ഇൻഡിക്കേറ്റർ ഈ ഒരു പോർഷനായിട്ട് പ്ലേസ് ചെയ്തത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാടങ്ങ് വലിപ്പത്തിലുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് അല്ല വാഹനത്തിൽ വരുന്നത്. താഴ്ഭാഗത്തേക്ക് വന്നാലും ഫോഗ് ലാമ്പ് സ്ലോട്ട് നൽകിയിട്ടുള്ളത് കാണാം. ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നില്ല, പക്ഷേ LED ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു പോർഷനിലേക്കായിട്ട് നല്ലൊരു ഗ്ലോസി ഫിനിഷ്, ഈ ഒരു പോർഷനിലേക്കായിട്ട് ഗ്ലോസി ഫിനിഷും കാര്യങ്ങളും എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് നമുക്ക് ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അത് ഞാൻ എടുത്തു പറഞ്ഞേക്കാം. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നില്ല. ആ ഒരു ഫോഗ് ലാമ്പും അതേപോലെ തന്നെ ആ ഒരു ഗ്ലോസി ഫിനിഷും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾ ചെയ്യുക. അത്ര മാത്രം എനിക്ക് പറയാനായിട്ടുള്ളൂ. നമുക്കത് ആവശ്യം എന്താ പറയുക, അത്ര നിർബന്ധമൊന്നുമല്ല, ആവശ്യമെങ്കിൽ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ചെയ്യേണ്ട. അവിടെ തന്നെ സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റെയിൻ ഗാർഡ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഈ ഒരു ക്ലാഡിങ് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ബാക്കി ഈ വരുന്ന ബ്ലാക്ക് ക്ലാഡിങ് എല്ലാം ഇൻബിൽഡ് ആയിട്ട് തന്നെ വണ്ടിയിൽ വരുന്നത് തന്നെയാണ്. അത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തേക്കുന്നത് അല്ല. നമ്മൾ ഈ ഒരു ടയർ സൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വീൽ കപ്പ് ഓൾറെഡി ഈ ഒരു മോഡലിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഡ്രമ്മ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഡ്രമ്മും നൽകിയിട്ടുണ്ട്. 16 ഇഞ്ച് ടയർ സൈസാണ് വരുന്നത്. 215/60R16 ആണ് ടയർ പ്രൊഫൈൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു ഗ്രേ പോലത്തെ കളർ തീമിലുള്ളൊരു വീൽ കപ്പാണ് ഈ ഒരു മോഡലിൽ കമ്പനി നൽകിയിട്ടുള്ളത്. മിറർ നോക്കിക്കഴിഞ്ഞാൽ വലുപ്പമേറിയ ഒരു മിറർ യൂണിറ്റ് ആണ് ഈ ഒരു മോഡലിൽ കമ്പനി നൽകിയത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസും എല്ലാം ഈ ഒരു മോഡലിൽ കാണാം. ഡോർ ഹാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ബോഡി കളറിൽ തന്നെയാണ് ആ ഒരു ഡോർ ഹാൻഡിൽ കമ്പനി ഈ ഒരു വേരിയൻറ്റിൽ നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ പറയാനായിട്ട് വരുന്നില്ല. അവിടെ തന്നെ പുറകിലേക്ക് വരാം. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഷാർപ്പിൻ ആൻറ്റിന നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡീഫോഗർ ലൈൻ നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ അല്ല. അതേപോലെ റിയർ വൈപ്പറും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. സുസുക്കിയുടെ ലോഗോയും ബ്രസ എന്നൊരു ബ്രാൻഡിങ്ങും നൽകിയിട്ടുള്ളത് കാണാം. LED-ലാണ് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ബമ്പറൊക്കെ നല്ല ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഗ്ലോസി എലമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ആ ഒരു ബമ്പർ യൂണിറ്റിൽ കമ്പനി നൽകിയിട്ടില്ല. ലോക്ക് അടിച്ചോട്ടെ. ഓക്കെ, ബൂട്ട് സ്പേസും തുറന്ന് കാണിച്ചു തരാം. നല്ലൊരു ബൂട്ട് സ്പേസും ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ആകെ പറയാൻ പറ്റുന്നത് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഇല്ല എന്നത് മാത്രമേ നമുക്കൊരു കുറവായിട്ട് ഇതിനകത്ത് പറയാനായിട്ടുള്ളൂ. അഡ്ജസ്റ്റബിളും ഇല്ല, അത് ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റും ഇല്ല, ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ 60/40 സ്പ്ലിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സ്പെയർ ടയർ അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പാഴ്സൽ ട്രേ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സെൻറ്റർ ലോക്കും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അകത്തേക്കൊന്ന് വരാം. ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് അകത്തോടൊന്ന് കയറാം. സെക്കൻഡ് റോയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം റിയർ AC വെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. റിയർ AC വെൻറ്റ് വരുന്നത് വളരെ അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യം തന്നെയാണ് റിയർ AC എന്ന് പറയുന്നത്. ഈ ഒരു 3D മാറ്റ് ഇട്ടേക്കുന്നത് കാണാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ആ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു സെക്കൻഡ് റോയിലെ ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാനായിട്ട് വരുന്നില്ല. ഈ ഒരു കോ പാസഞ്ചർ സൈഡിലേക്ക് വരുന്ന സമയത്തും പ്രത്യേകിച്ച് കാര്യങ്ങളും നമുക്ക് അവകാശപ്പെടാനായിട്ട് വരുന്നില്ല. കണ്ടോ,
അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡാർക്കായിട്ടുള്ള തീമിലാണ് ആ ഒരു എന്താ പറയുക ഡാഷ്ബോർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത്. ഞാൻ ഈ ഒരു സീറ്റ് എൻ്റെ കംഫർട്ട് ഇട്ടിട്ട് ഞാൻ സെക്കൻഡ് റോയിലൊന്ന് ഇരുന്ന് കാണിക്കാം. നോക്കിക്കോട്ടെ. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കംഫർട്ടാണ്. ഇനി നമുക്ക് സെക്കൻഡ് റോയിൽ നിന്ന് ഇരുന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചേക്കാം. സ്പേസ് ഒന്നും അറിയാമല്ലോ അന്നേരം. കണ്ടോ, ഈ ഒരു രീതിയിലുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഹെഡ് റൂം വരുന്നുണ്ട്. ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനും കമ്പനി നൽകിയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സീറ്റിൻ്റെ പുറകിലായിട്ട് അങ്ങനെ സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളോ ഒന്നും തന്നെ കമ്പനി കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിൽ കൂടി നടന്ന് ആ ഒരു ഡ്രൈവർ സീറ്റിലേക്ക് ഒന്ന് ചെല്ലാം. വേറെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അലോയി അങ്ങനത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താൽ മതി. ഈ ഒരു പോർഷനിലേക്ക് വരാം. പിന്നെ റൂഫ് റെയിൽ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാം. അലോയ് വീൽ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാവുന്നതാണ്. അകത്തേക്കൊന്ന് കയറാം. ഇതിനകത്ത് നമുക്ക് കീലെസ് എൻട്രിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല കേട്ടോ. സെൻറ്ററിലൊക്കെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് പറഞ്ഞു. അപ്പോൾ അകത്തേക്ക് വരാം. നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ 4 ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. അതെ, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മിറർ ഇലക്ട്രിക്കലി കൺട്രോളിങ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നില്ല. പക്ഷേ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു ലെതർ റാപ്പിഡ് ആക്കിയേക്കുന്നത് എക്സ്ട്രാ അക്സസറീസ് ആണ്. ഈ ഒരു സ്റ്റിയറിംഗ് കവർ കസ്റ്റമർ എക്സ്ട്രാ ഇട്ടേക്കുന്നതാണ്. ക്ലസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലൊന്നും അല്ല ഈ ഒരു വാഹനത്തിലെ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത്. ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ഡിജിറ്റലായിട്ട് നൽകിയിട്ടുള്ളൂ. കണ്ടോ, ചെറിയൊരു പോർഷൻ മാത്രമേ ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ. സ്റ്റിയറിംഗിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനോ അവകാശപ്പെടാനായിട്ടോ വരുന്നില്ല. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവൈലബിൾ അല്ല. നിങ്ങളത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് കൊണ്ട് എവിടെന്നെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ കളർ തീം എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കാര്യം അതായത് ഈ ഒരു പോർഷൻസ് ഒക്കെ മാറ്റി നല്ലൊരു കളർ തീം, നല്ലൊരു ഗ്ലോസി ഫിനിഷിലേക്ക് വേണമെങ്കിൽ സ്റ്റിക്കറിങ് ചെയ്യാം. സ്റ്റിക്കറിങ് ചെയ്താലും വലിയ പ്രശ്നമില്ലാതിരിക്കും. AC മാനുവലിയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. പണ്ട് നമ്മൾ ആ ഒരു സ്വിഫ്റ്റിലും ആ ഒരു ഡിസൈറിലും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു സെയിം സ്വിച്ചസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് നിലവിൽ നൽകിയിട്ടുള്ളത്, ഇപ്പോഴും നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ചാർജിങ് സോക്കറ്റും നൽകിയിട്ടുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സെൻട്രൽ ടണലിലേക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. കണ്ടോ, 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആംറസ്റ്റ് വരുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷനിലായിട്ട് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് ഈ ഒരു വേരിയന്റിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു മിറർ നമ്മൾ മാനുവലി വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. ഇവിടെ വേറെ മിററോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് വരുന്നില്ല. അപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വരുന്നൊരു വാഹനമാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു പ്രൊജക്ട് ടൈപ്പാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, റിയർ AC വെൻറ്റ്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ചെയ്യണം. വേണമെങ്കിൽ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് ചെയ്യുക. പിന്നെ റിവേഴ്സ് ക്യാമറ കൂടെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് അത്യാവശ്യമായിട്ട്. ഇതൊന്നും ഇല്ലെങ്കിലും വണ്ടി കൊണ്ടു കിടക്കാം എന്നത് വേറൊരു കാര്യം. ഇനി നമുക്ക് ഇവിടെ നേരെ നമുക്ക് എൻജിൻ സ്പെക്കിലേക്ക് ഒന്ന് പോകാം. 1.5 ലിറ്ററാണ് ഇതിൻ്റെ എൻജിൻ കമ്പനി നൽകിയിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ മാരുതി വാഹനങ്ങൾ കണ്ടുവന്നിട്ടുള്ള ആ ഒരു സെയിം എൻജിൻ തന്നെയാണ് ഈ ഒരു മോഡലിലും കമ്പനി നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ എൻജിൻ റൂം ഒന്ന് തുറന്ന് കാണിക്കാം. എൻജിൻ റൂമിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂം വരുന്നത്. 1.5 ലിറ്റർ 4 സിലിണ്ടർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത്. ഇപ്പോൾ താഴ്ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കവറിങ്ങും കാര്യങ്ങളും എല്ലാം താഴ്ഭാഗത്ത് നൽകിയിട്ടുള്ളത് കാണാം. ഇൻസുലേഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മാരുതി എൻജിൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നും പറയാനായിട്ട് വരുന്നില്ല. 1462 cc ആണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. ഏകദേശം ഒരു 102 bhp 137 Nm ടോർക്കും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 4 സിലിണ്ടറാണ് എൻജിൻ വരുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം റിയൽ ലൈഫിൽ നമുക്ക് ഏകദേശം ഒരു 15-16 റേഞ്ചിലൊക്കെ ആയിരിക്കും റിയൽ ലൈഫിൽ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയാനായിട്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച്. ഈ ഒരു 1.5 ലിറ്റർ എൻജിൻ തന്നെയാണ് മാരുതി മിക്ക വാഹനങ്ങളും ഇവർ നൽകിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാൻ. ഒരു ബേസ് മോഡലാണ്. 10 ലക്ഷത്തിനുള്ളിലാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് വില വരുന്നത്. ചെറിയ ഡൗൺ ഒരു 1 lakh rupees ഡൗൺ പേയ്മെൻറ്റ് ഇതിനെ ഇറക്കാനായിട്ട് പറ്റും. 1.5 ലിറ്റർ 4 സിലിണ്ടർ എൻജിൻ വരുന്നൊരു വണ്ടിയാണ്. 10 ലക്ഷം ബഡ്ജറ്റിൽ ഒരു ഹാച്ച് ബാക്കോ അല്ലെങ്കിൽ ചെറിയൊരു വാഹനമൊക്കെ നോക്കുന്നവർക്ക് ഇത് പരിഗണിക്കാം. വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.